ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന ട്രിപ്പ് 8 ദിവസത്തെ ട്രിപ്പാണ്. ഇന്ന് ട്രിപ്പിൻ്റെ വിശേഷമാണ്. രാത്രി വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി പോകാനുള്ള പാടാണ്. അപ്പോൾ രാവിലെ 6 മണിക്കാണ് പിക്കപ്പ്. ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്, ഷാർജക്കാരാണ്. അപ്പം വണ്ടിയെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ച് ഡ്രസ്സും കാര്യങ്ങളും എല്ലാം വണ്ടിക്കകത്ത് കയറ്റി വെച്ച് പോകാനുള്ള പുറപ്പാട് വെക്കുക. നേരത്തെ പോലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ പോകുമ്പോഴത്തേക്ക് അവിടെ പോയി ഒരു 3-4 മണിക്കൂർ ഉറങ്ങാമല്ലോ. ഒറ്റപ്പാലത്ത് നിന്ന് അവിടെ വരെ ഏകദേശം 110 കിലോമീറ്റർ ഉണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അങ്ങനെ വീട്ടിൽ നിന്ന് ഡ്രസ്സെല്ലാം എടുത്ത് വെച്ച് ഇറങ്ങി പോയവർക്ക് ഭയങ്കര ചൂട്. കുറച്ച് ദൂരം ചെന്നപ്പോഴത്തേക്ക് വൈഫാണെങ്കിൽ കാപ്പി ഇട്ട് തന്നായിരുന്നു. അങ്ങനെ ആ കട്ടൻ കാപ്പി വഴിക്ക് നിർത്തി കുടിച്ചു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒരു അമ്പലം കണ്ട, അമ്പലത്തിൽ നിർത്തി ഒന്ന് പൈസയൊക്കെ വഞ്ചിയിലിട്ട് കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഉറങ്ങി എണീച്ച് കൊച്ചിയിലത്തേക്ക് വന്നപ്പോഴത്തേക്ക് നേരം വെളുക്കാറായി. നേരെ എയർപോർട്ടിലോട്ട് പോവുക. 6 മണി സമയത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. നല്ല മഞ്ഞാണ്. അപ്പം 6:30 മണിക്ക് അറൈവലാണ്. അപ്പം നേരെ ഫ്ലക്കാർഡ് പിടിച്ച് നമ്മൾ അവിടെ പോയി നിൽക്കണം. അവർക്ക് നമ്മൾ ആരാണെന്നും നമുക്ക് അവരാണെന്നും അറിയത്തില്ല. ഫ്ലക്കാർഡ് കണ്ടാണ് അവർ വരുന്നത്. നേരെ വണ്ടി എയർപോർട്ടിലെ പാർക്കിങ്ങിലിട്ട് അപ്പം അങ്ങനെ നടന്ന് പോവുകയാണ്. ഫ്ലക്കാർഡും പിടിച്ച് അവിടെ നടന്ന് പോവുകയാണ്. ഫസ്റ്റ് അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് നമുക്കവിടെ 100 രൂപ, ഇതാണ് ഗസ്റ്റിൻ്റെ പേര്, ഇത് പിടിച്ച് നമ്മൾ നിൽക്കണം. ഫ്ലക്കാർഡ് ഇതാണ്. അപ്പോൾ അവിടെ ഒരു എൻട്രി ടിക്കറ്റ്, എയർപോർട്ട് എൻട്രി ടിക്കറ്റാണ്. ഇതിനകത്ത് നമുക്ക് കയറാം. 100 രൂപ ടിക്കറ്റ് എടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നമുക്കിപ്പോൾ ഗസ്റ്റ് ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് കാണാം. അങ്ങനെ എൻട്രി ടിക്കറ്റ് എടുത്ത് അവിടെ പേരും കാര്യങ്ങളൊക്കെ കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്ത് ലൈസൻസൊക്കെ കാണിച്ച് പ്രൂഫ് കാണിച്ച് അകത്ത് കയറി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഗസ്റ്റ് വന്നപ്പോഴത്തേക്കുള്ള ലഗേജാണിത്. ഒരു രക്ഷയില്ലാത്ത ലഗേജാണ്. എൻ്റെ അത്ര ഹൈറ്റുള്ള 4 പെട്ടുണ്ട്. ഞാൻ ആകെ തളർന്ന്. അങ്ങനെ വണ്ടി എടുത്ത് അവിടെ നിന്ന് നേരെ വന്ന് അവർക്ക് ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഹോട്ടലിൽ നിർത്തി ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും നടന്നു പോകേണ്ട കാര്യത്തേക്ക് ബദാമും അതൊക്കെ നിൽക്കുന്നുണ്ടപ്പോൾ ഒരു ഭയങ്കര അത്ഭുതം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ തേക്കടിക്ക് പോവാണ്. ഇന്ന് നൈറ്റും നാളെ നൈറ്റും തേക്കടിയാണ്. അപ്പം നേര്യമംഗലം ചെന്നിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് മൂന്നാർ റൂട്ടിൽ വന്ന് നേര്യമംഗലം കഴിഞ്ഞ് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ തേക്കടിക്ക് പോകുന്നത്. കട്ടപ്പന വഴിയാണ് പോകുന്നത്. അപ്പോൾ അതിലേക്കൂടെ പോകുന്ന കാഴ്ചയാണ്. നല്ല രസമാണ്. അവർ ഭയങ്കര ഹാപ്പിയാണ്. ഈ പച്ച പുല്ലൊക്കെ കണ്ടപ്പോഴത്തേക്ക് അവർ മാഷാല്ലാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇതാണ് അവർ. അങ്ങനെ നേരെ നമ്മൾ ചെല്ലുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഇനി ഹോട്ടലിലേക്ക് ചെക്കിങ് ചെയ്യാനാണ് വന്നേക്കുന്നത്. അപ്പോൾ അവർ ഈ ഒരു ദിവസം മുന്നേ വന്നതാണ്. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഹോട്ടലിലോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന വഴിയാണ്. നമ്മൾ ഹോട്ടലിൽ പോകുന്ന വഴിയാണ്. ഗ്രീൻ വുഡ്സ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര്. തേക്കടിയിൽ ഇന്നും നാളെ അവിടെയാണ്. അങ്ങനെ നേരെ ഹോട്ടലിൽ എത്തി അവർ ചെക്കിങ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ലഗേജൊക്കെ ഞാൻ ഇറക്കി വെച്ചിട്ടൊന്ന് ഫോട്ടോ എടുത്ത് നോക്കിയത്. അത് കണ്ട ഇത്രയും ലഗേജ് ഉണ്ട്. ഇതിൻ്റെ 4 പെട്ടി ഞങ്ങൾ 2 പേര് പിടിച്ചാൽ പോലും പൊങ്ങത്തില്ല, അത്തരം വെയിറ്റാണ്. അത് കഴിഞ്ഞ് ഒരു 4:30 ആയപ്പോൾ ഇറങ്ങി വരാൻ പറഞ്ഞ് നേരെ കളരി പോയിട്ടും കാണിക്കാൻ കൊണ്ടു. കഥകളിയുടെ ടിക്കറ്റ് കൊടുത്ത് കളരി പോയിട്ട് ടിക്കറ്റ് കൊടുത്ത് ഞാൻ നോക്കി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നിഷാദ് പോവാന്നും പറഞ്ഞുകൊണ്ട് ഓടി വരുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ചിപ്സും മേടിച്ച് നേരെ ഹോട്ടലിൽ കൊണ്ട്